നിങ്ങൾ SFIക്കാർക്കെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം എന്തായാലും നിങ്ങൾ പിണറായിയെ പോലെ എം സ്വരാജിനെ പോലെയൊക്കെ ഇങ്ങനെ കടുകട്ടിയായി നിൽക്കും, ഒരു ലൈറ്റ് അല്ല സോഫ്റ്റ് അല്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഗൗരവം കളയണോ? ഒരിക്കലും ഇല്ല, അങ്ങനെയല്ല. ഞങ്ങള് വിദ്യാർത്ഥികളുമായിട്ട് ഇടപെടർന്ന് ഞങ്ങള് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിൽക്കുക. അപ്പൊ നമ്മളൊരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയതാവാം. ഗൗരവം കാണിക്കേണ്ടടുത്ത് ഗൗരവം കാണിക്കണം, ഗൗരവം കാണിക്കേണ്ടടുത്ത് കാണിക്കണം. ഇപ്പൊ നാളെ നമ്മളൊരു ഓഫീസിൽ ചെന്ന് ചുമ്മാ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മള് സംസാരിക്കേണ്ട അടുത്ത് ശബ്ദം ഉയർത്തി സംസാരിക്കുകയും വേണം, പറയേണ്ട അടുത്ത് പറയണം, അടിക്കേണ്ടടുത്ത് അടിക്കണം. അതുകൊണ്ടാണ് SFI ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നു, ക്രിമിനൽ സംഘമായി മാറുന്നു. എങ്ങനെ പലയിടത്തും പല ക്യാമ്പസിലെ കേസുകളെ ഭഗത് സിംഗ് പോലുള്ള മഹത് വ്യക്തികള് അവിടെ ഒരു പ്രശ്നത്തില് ഇറങ്ങിക്കഴിയുമ്പോൾ അവർക്ക് അവിടെ എതിർക്കേണ്ട സ്ഥാനങ്ങളിൽ എതിർക്കണം. എതിർത്തില്ലെങ്കിൽ അവര് ക്രിമിനൽസ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവരപ്പം അങ്ങനെ ചെയ്തില്ലായിരുന്നു. ഇപ്പൊ നമ്മളിങ്ങനെ നടക്കും, അടിക്കുന്നിടത്ത് അടിക്കുന്നു പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മുടെ സർവകലാശാലയിൽ ജാതി പറഞ്ഞിട്ട് പോയത്. അപ്പൊ കാലം അങ്ങനെ തന്നെ പറയൂ, നമ്മളും അത് തന്നെ പറയൂ. ഇപ്പൊ ഇനിയും പറയും, ആരും ഒന്നുമില്ല അത് തന്നെ പറയും. ഇപ്പൊ എന്നോടോ ഇപ്പൊ താങ്കളോടായാലും ഇപ്പൊ നിങ്ങളുടെ ജാതിപ്പേര് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അത് പണ്ടങ്ങ എല്ലാം ഒരു ബുക്ക് എഴുതി വെച്ചെന്ന് വെച്ചാൽ എല്ലാ ശരിയാവണമെന്നുണ്ടല്ലോ, ഇല്ലല്ലോ. അതിനാണ് നിലത്തടിക്കേണ്ട സാഹചര്യം ചെയ്യണം. ചല്ലന്റെ അടുത്ത് ചെല്ലണം, പറയേണ്ട അടുത്ത് പറയണം. നമ്മള് എല്ലായ്പ്പോഴും നമ്മള് ഈ വയലൻസ് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ കാര്യമായിട്ട് മര്യാദയ്ക്ക് പറഞ്ഞു മാന്യമായിട്ട് പറയേണ്ട അടുത്ത് പറയും. പക്ഷെ പറഞ്ഞതിന് ശേഷവും നമ്മള് വീണ്ടും നമ്മളെ പലയിടത്തും നമ്മൾ സൈലന്റ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങി കൊടുക്കുമ്പോൾ നമ്മൾ തലയിൽ കയറി നിരങ്ങുന്ന ഒരു സ്വഭാവം പലയിടത്തും കാണുന്നുണ്ട്. എന്നാലും ഇച്ചിരി ഗൗരവമൊക്കെ ഇടക്കൊന്ന് മാറ്റി പിടിക്കാം, ഒരു ഇച്ചിരിയൊക്കെ ഒന്ന് ലൈറ്റായി സോഫ്റ്റ് ആവാം, അങ്ങനെ ഉണ്ടോ? സോഫ്റ്റ് ആണ്, ഞങ്ങളെല്ലാം ക്യാമ്പസിലെല്ലാം സോഫ്റ്റ് ആണ്. കാര്യങ്ങള് വിദ്യാർത്ഥികളുമായിട്ടുള്ള എല്ലാവിധമായ കരുതലുകളും ഉണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങളായാലും എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. എന്നാൽ ഇടക്കാലത്ത് വന്ന ചെറുതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ചെറിയ രീതിക്ക് വന്ന ഒരു അഭാവത്തിലാണ് അവർ കയറി ഗോൾ അടിച്ചത്.